ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഇപ്പം സിറിയയ്ക്കുള്ളിലും കൂടി അഡീഷണൽ ഫോക്കസ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ്. ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സിറിയയ്ക്കുള്ളിൽ നിന്നും അഹമ്മദ് അൽ ഷറയുടെ ഐസൈസ് ടീമുകൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ അൽ സുവൈദയിൽ ആക്രമണം നടത്താൻ ഇറങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെയും കൂടി വാർ എക്സ്പാൻഡ് ആയിരിക്കുകയാണ്. ഇറാൻ്റെ ഖുദ്സ് ഫോഴ്സിൻ്റെ ചീഫായിട്ടുള്ള ഖാനി, ഈ ഖാനി ശരിക്കും പലതവണ മൊസാദിൻ്റെ ഏജൻ്റ് ആണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇറാൻ്റെ ഉള്ളിൽ പലതവണയായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇസ്രായേൽ തന്നെ ഒരു കോമഡി ആയിട്ടാണ് അതിനെ കരുതുന്നത്. ഇസ്മായിൽ ഖാനി മൊസാദിൻ്റെ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല ശരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇസ്മായിൽ ഖാനി ആദ്യമായിട്ട് യുദ്ധത്തിനെതിരെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട്. പല മീറ്റിങ്ങുകൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തെങ്കിലും IRGCയുടെ പല ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തെങ്കിലും ഇസ്മായിൽ ഖാനി ഇതുവരെ ആ എലിമിനേഷനിൽ പെട്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ലിസ്റ്റിൽ ആളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്മായിൽ ഖാനി മാത്രമല്ല, മസൂദ് പെസസ്കിയാൻ ഉണ്ട്, അബ്ബാസ് അരക്ചി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിലവിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ആ രാജ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ആയിട്ട് ഇപ്പം നിലവിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്മായിൽ ഖാനി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് വെച്ചിട്ട് ആ മീറ്റിംഗ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാതെ വിടില്ല. ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യും, അത് ഉറപ്പാണ്. ഇസ്മായിൽ ഖാനി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് പോവാണ്. അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാനുള്ള തീരുമാനത്തിലാണ്, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലാണ് ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 5000 ട്രൂപ്പിനെയാണ് ഉദ്ദേശിച്ചിരുന്നത് ആദ്യം, അത് 8000 ഉയർത്തുകയാണ്. അപ്പോൾ അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആണെങ്കിൽ ഹെസ്ബുള്ളയെ ലിറ്റാനി റിവറിന്റെ അപ്പുറത്ത് കൊണ്ട് നിർത്താനുള്ള ശ്രമത്തിലാണ്. ലിറ്റാനി റിവർ വരെ ഹെസ്ബുള്ളയെ അടിച്ചൊതുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാണ്. ബഫർ സോൺ മാത്രമല്ല, ഇസ്രായേൽ സദൻ ലെബനാൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, എൻറ്റയർ ഏരിയ ക്യാപ്ചർ ചെയ്യാനുള്ള യുദ്ധമാണ് ലെബനാന്റെ ഉള്ളിൽ നടത്തുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒഴിഞ്ഞു പോയ ആൾക്കാർക്കൊന്നും പിന്നീട് ഈ സ്ഥലത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് ഫ്രാൻസ് കഠിനമായ ശ്രമം നടത്തുന്നുണ്ട്. ഇസ്രായേലുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചിട്ട് ചർച്ചയിലൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിന് വഴങ്ങുന്നില്ല. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ലിറ്റാനി റിവർ വരെ ഞങ്ങളുടെ സേഫ് സോൺ ആയിട്ട് കരുതുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ബിയോണ്ട് ബഫർ സോൺ, അതായത് സദൻ ലെബനാനിൽ ഇസ്രായേലിന്റെ പെർമനന്റ് പ്രസൻസ് ഉണ്ടാവും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ട്രംപ് ഇറാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, ഈ ഇറാൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ലോങ് ടേം യുദ്ധം നടത്താനാണ് തീരുമാനിക്കുന്നത്, 1 ഇയറിലധികം ഞങ്ങൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും അതിനെതിരെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ലോങ് ടേം വാറിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറാന് നിലനിൽപ്പില്ല എന്നുള്ളത് ഉറച്ചു പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഇഫ് വി സ്റ്റേ ലോങ്ങർ ഡ്യൂറേഷൻ, ഇറാന്റെ മിലിറ്ററി ഫോഴ്സുകളോ അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസോ ഇതൊന്നും തന്നെ റീബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിൽ ഞങ്ങൾ ലോങ് ടേം ആയിട്ട് ഇതിനെ നോക്കിക്കണ്ടാൽ പിന്നീട് റെജീമിന് ഒരു സർവൈവൽ ഇല്ല, റീബിൽഡ് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ പിന്നെ ലോങ് ടേം നിൽക്കേണ്ടി വരും, കാരണം ഇറാൻ അവിടെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഉക്രൈൻ ആണെങ്കിൽ 228 പ്രൊഫഷണലുകളെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ഡ്രോൺ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാനിൽ നിന്ന് വരുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ചേർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്ത പ്രൊഫഷണലുകളാണ് ഇവർ. ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ ഈ രാജ്യങ്ങളിലേക്കാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അയച്ചിരിക്കുന്നത് UAE-യിലേക്കാണ്. മുജ്തബ ഖമനേയി ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. റിലീസ് ചെയ്യപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ പുള്ളിക്കാരൻ പറഞ്ഞത്, ഫിസിക്കലി അപ്പിയർ ചെയ്തില്ല, ജസ്റ്റ് പുള്ളിയുടെ ട്വീറ്റിൽ പങ്കുവച്ചതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇറാൻ മീഡിയ ഇറാനെ തരം താഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടക്കുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത്. അതായത് ഇറാന്റെ ഉള്ളിൽ ഇസ്രായേൽ തലങ്ങുമലം അടിച്ചാലും അത് നിങ്ങൾ പ്രസിദ്ധീകരിക്കരുത്, പബ്ലിഷ് ചെയ്യരുത്, അതിനെ ആഘോഷിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ വീക്ക്നെസ്സിനെ തുറന്നു കാണിക്കരുത്, ഇറാന്റെ വീക്ക്നെസ്സിനെ ഹൈഡ് ചെയ്യണം. അതേപോലെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണം ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 44 മൈനുകൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ സൈഡിൽ നിന്നും അമേരിക്ക സേഫ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൈനുകൾ, അതായത് കടലിൽ ഈ ഫ്ലോട്ടിംഗ് മൈൻസ് ഇട്ടിട്ടുണ്ടാവും, അതിൽ കപ്പലിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ അവിടെ നിന്ന് പിന്മാറുകയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ. ഇറാൻ ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടപ്പെട്ട കപ്പലുകളെയൊക്കെ അവർ സേഫ് പാസേജ് ചെയ്ത് വിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സിനെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇറക്കിയിരിക്കുന്നത്. അവിടെ 44 മൈനുകൾ സോഫാർ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നീക്കം ചെയ്തിട്ടുണ്ട് അമേരിക്ക. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഓസ്ട്രേലിയയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഫോറിൻ മിനിസ്റ്റർ പെന്നി വോങ്ങുമായിട്ടാണ് സംസാരിച്ചത്. കൗണ്ടർ പാർട്ടിൽ രണ്ടുപേരും ഡിസ്കസ് ചെയ്തത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതേപോലെ ഓസ്ട്രേലിയയിൽ നിന്നും ഗ്യാസ് മുതലായ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
പുതിയ കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യ ഇറാനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന, കടന്നു വരാൻ കഴിയാതെ ബാക്കിയായിട്ട് നിൽക്കുന്ന കുറേ ഷിപ്പുകളുണ്ട്. എണ്ണക്കപ്പലുകളായിക്കോട്ടെ, ചരക്ക് ഗതാഗതങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ കൂടി ചേർത്താണ് പറയുന്നത്. എല്ലാ രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇറാൻ സ്മൂത്ത് ആയിട്ട് അതിലേക്ക് കടത്തിവിടണം. അതാണ് ശരിക്കും ന്യായമായിട്ട് ചെയ്യേണ്ട കാര്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യുദ്ധം നടത്തുവോ, നിങ്ങൾ അടിക്കോ പിടിക്കോ എന്തും ചെയ്തോ എന്നുള്ള നിലപാടാണ് ഇന്ത്യയുടെ. ഇറാനെതിരെ നിലപാട് ഇത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഗവൺമെന്റ് ആണെങ്കിൽ ഫുൾ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ബ്ലണ്ട് ക്രൂഡ് ഓയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഗ്യാസ് എത്ര ഉണ്ട്, ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കണം. കാരണം ഈ സാഹചര്യത്തിൽ, ഈ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്ട് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഗ്യാസിനും ക്രൂഡിനും ഷോർട്ടേജ് വരും എന്നുള്ളൊരു ഭീതിയൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് ഈ ട്രാൻസ്പെറൻസിയുടെ ആവശ്യം വളരെ വലുതാണ്. കാരണം ഗ്യാസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഗ്യാസ് ഏജൻസികൾ അത് പൂഴ്ത്തി വെച്ചിട്ട് വില കൂട്ടി ബ്ലാക്ക് മാർക്കറ്റിലേക്ക് വിൽക്കാനുള്ള ത്വര കൂടുതലാണ് ഈ നമ്മുടെ നാട്ടിലെ ഗ്യാസ് ഏജൻസികൾക്ക്. പലപ്പോഴും ന്യായമായിട്ട് വിളിച്ചു കഴിയുമ്പോൾ ഗ്യാസ് കിട്ടുന്നില്ല, പൈസ കൂടുതൽ കൊടുത്താൽ ഗ്യാസ് കിട്ടും. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇനഫ് ക്വാണ്ടിറ്റിയിൽ ഇന്ത്യ ഗ്യാസ് അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തയുണ്ട്. ഇപ്പോഴും ഗ്യാസ് കമ്പനികൾ സിലിണ്ടറുകൾ പതുക്കി വെക്കുന്ന ഏർപ്പാടുണ്ട് എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സമയത്ത്, അത് കഴിഞ്ഞിട്ട് മാസങ്ങളോളം ഡൊണാൾഡ് ട്രംപ് 2 ഫ്ലൈറ്റുകൾ നഷ്ടപ്പെട്ടു, 6 ഫ്ലൈറ്റുകൾ നഷ്ടപ്പെട്ടു, 5 ഫ്ലൈറ്റുകൾ നഷ്ടപ്പെട്ടു, ഹ്യൂജ് ലോസ്, ഭയങ്കര നഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയുടെ തന്നെ ഏതാണ്ട് 16 ഫ്ലൈറ്റുകൾ ഇപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 F-15, ഇപ്പോൾ ഒരു F-35 ചെറുതായിട്ട് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ, ഇറാഖിന്റെ സൈഡിൽ തകർന്നു വീണ എയർക്രാഫ്റ്റ്. അപ്പൊ അങ്ങനെ കുറെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 16ഓളം എയർക്രാഫ്റ്റുകൾ ഇപ്പൊ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റുകൾ പ്ലസ് റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ. മൊത്തത്തിൽ ഇത് വൻ നഷ്ടമാണ് ശരിക്കും. മറ്റേത് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനെ കുറിച്ച് പറയാനുള്ള സമയം പോലും കിട്ടുന്നില്ല ട്രംപിന്. അത്തരത്തിലൊരു ആർട്ടിക്കിൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നില്ല, വളരെ സില്ലി ആയിട്ട് തോന്നും. പക്ഷേ ട്രംപ് ഇങ്ങനെ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞ് സമാധാനം എന്ന് പറഞ്ഞ് ട്രംപ് തന്നെ യുദ്ധം നയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. ട്രംപിനാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ഈ യുദ്ധം നിർത്തണം എന്ന് അറിയാത്തൊരു പൊസിഷനിലാണ് അമേരിക്ക ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പീറ്റർ ഹെഗ്സത്ത് പറയുന്നുണ്ടായിരുന്നു, ലോങ് ടേം വാർ അല്ല, പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് വരെ ഈ യുദ്ധം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് വേറെ എവിടെയില്ല. ആ പോയിന്റ് ഇസ്രായേലിന്റെ കയ്യിലാണുള്ളത്. ഇസ്രായേലാണ് തീരുമാനിക്കുന്നത്. സദൻ ഇസ്രായേലിലും സെൻട്രൽ ഇസ്രായേലിലും പലതവണ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ ആ ഡയറക്ഷനിലേക്കാണ് വന്നത്. അത് കുട്ടികളുടെ ഡേ കെയറിലൊക്കെ വീണിട്ടുണ്ട്. കുട്ടികളുടെ ഡേ കെയർ അത് എംപ്റ്റി ആയിരുന്നു. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 3 സ്ഥലങ്ങളിലാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് മാത്രമാണ്, അല്ലാതെ ആളപകടങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ റിഷോൺ ലിസിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസൈൽ പതിച്ചിട്ടുണ്ട്. അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ ഡെമോളിഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാഖില് ബാഗ്ദാദില് US-ന്റെ വിക്ടോറിയ ബേസ് കോംപ്ലക്സിന്റെ അടുത്ത് ഒരു ഡ്രോൺ ആക്രമണം. ഈ ഡ്രോൺ അറ്റാക്ക് നടത്തിയത് ഇറാൻ തന്നെയാണ്. ശരിക്കും ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ തൊട്ടടുത്താണ്. ഇറാനാണ് നടത്തിയെങ്കിലും ഇറാൻ ബാക്ക്ഡ് മിലീഷ്യ ഗ്രൂപ്പ് ഇറാഖിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. സിറിയയിലെ ഒരു സൈഡില് കുർദിഷുകൾക്കും HTS അഹമ്മദ് അൽ ഷറയുടെ HTS ടീമിനും നല്ല രീതിയിലുള്ള അടി നടക്കുന്നുണ്ട്. പുറത്ത് കൂടുതലായിട്ട് വാർത്തയിൽ വരുന്നില്ല. ശരിക്കും അൽ ഹസാക്ക സിറ്റി, ഈ അൽ ഹസാക്ക സിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഈ കുർദ് ടീമുകൾ താമസിച്ചിരുന്ന ഏരിയ ആണിത്. ആ ഏരിയയിലാണ് ISISന്റെ വലിയ രീതിയിലുള്ള ജയിലൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇതിനു മുമ്പ് തുറന്നുവിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ച് IS ഭീകരന്മാരെയൊക്കെ ഇറാഖിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി സേഫ് ആയിട്ട് അവിടെ പൂട്ടി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിരവധി ISIS ഭീകരന്മാരെ ഈ HTS ഓൾറെഡി തന്നെ സിറിയക്കുള്ളിൽ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ എന്നാൽ ഈ ഹസാക്ക എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ കുർദിഷുകൾ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചടിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടത്തി കുറെ പേരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, കുറെ പേരെ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹോസ്റ്റിലിറ്റിയിൽ നിന്നും ശരിക്കും പ്രിസണേഴ്സ് സ്വാപ്പ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും 300 പേരെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതായത് HTS-ൽപ്പെട്ട 300 പേരെ SDF HTS-ന് കൈമാറുകയും അതേപോലെ ഈ SDF-ൽപ്പെട്ട 300 പേരെ ഈ HTS അഹമ്മദ് അൽ ഷറയുടെ HTS കുർദുകൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അടി നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രിസണേഴ്സ് സ്വാപ്പ് നടക്കുന്നുണ്ട്. വീണ്ടും അടി തുടരും. അവിടെ ഈ അൽ ഹസാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റി കുർദുകൾക്ക് നിർണായകമായിട്ടുള്ള റോൾ ഉള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഈ ഹസാക്ക എന്ന് പറഞ്ഞ ഈ ഒരു സിറ്റി. അതായത് HTS ഉദ്ദേശിച്ചതുപോലെ
ഹസാക്ക എന്ന് പറഞ്ഞ ആ ഏരിയയെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. എൻറ്റയർ സിറിയ യൂണിഫൈഡ് സിറിയ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അമേരിക്കൻ ഫോഴ്സ് കുർദുകളെ സപ്പോർട്ട് ചെയ്യാണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയെങ്കിലും കുർദുകൾ അവിടെ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്നാൽ ഇറാന്റെ ഉള്ളിലും കമാൻഡ് സെന്റർ ഉൾപ്പെടെയുള്ള പല മേഖലകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ ബീജിംഗിലേക്കുള്ള അംബാസിഡറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിക്രം ദുരൈസ്വാമിയാണ് പുതിയ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ. പുള്ളിയുടെ അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. പുള്ളി പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ ദുരൈസ്വാമി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി സ്പോക്സ് പേഴ്സൺ ലിൻ ജിയാൻ അവരും ഇതിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് നോക്കുന്നത് പുതിയൊരു എൻവോയ്. ഇതിനു മുമ്പ് പല എൻവോയ്സോടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിക്രം ദുരൈസ്വാമി സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് രാജ്യങ്ങളും. അപ്പൊ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.